അല്ല അപ്പൊ ചേട്ടൻ എപ്പോഴെങ്കിലും ഇങ്ങനെ മൃതദേഹം എടുക്കുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു. ഒരു ആള് ഞരമ്പ് മുറിച്ച് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാ. ആത്മഹത്യ ചെയ്തെന്നാണ് എല്ലാവരും ധരിച്ചതാ. മുറിച്ചിട്ട് പുഴയിൽ പുഴ ചാടിയതാ. ഓക്കെ. അദ്ദേഹം ഒരു രാത്രി മൊത്തം ഒഴുകി കിടക്കുക വെള്ളത്തിൽ, മൃതദേഹമായിട്ട് കമന്ന് കിടക്കുക. അതായത് മലന്നല്ല, കമന്ന് കിടക്കുക മൃതദേഹമായിട്ട്. ഒരു രാത്രി മുഴുവൻ പുഴയിൽ മുങ്ങിക്കിടന്നോ? മുങ്ങിക്കിടന്നല്ല, പൊങ്ങിക്കിടന്ന് വെള്ളത്തിന്റെ മേലെ ഉപരിതലത്തിൽ. അങ്ങനെ ബാറിൽ ആൾക്കാരൊക്കെ ആരാണ്ടാണ് കണ്ടിട്ടാണ് വിളിച്ചു പറഞ്ഞ പോലീസിനെ കൺട്രോൾ റൂമിലേക്ക്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ നമ്മുടെ മാർത്താണ്ഡവർമ്മ പാലത്തിന്റെ അവിടെ നിന്ന്, അതായത് മാർത്താണ്ഡവർമ്മ പാലം, ഇപ്പോഴത്തെ പാലമല്ല, മാർത്താണ്ഡവർമ്മ പാലത്തിന്റെ അവിടെ രണ്ടാമത്തെ തൂണിന്റെ അവിടെ കിടക്കുക അടുക്ക് പുഴയിൽ. അപ്പോൾ സോയുടെ മൃതദേഹം കമന്ന് കിടക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയായിട്ട് ചെന്നിട്ട് ഇറങ്ങി. അപ്പോൾ സാറുമാരും വന്ന് പുഴയിൽ വണ്ടിയായിട്ട് വന്ന് മൃതദേഹം എടുക്കുമ്പോൾ ചെന്ന് ഞാൻ നീന്തിയാർ ചെന്നപ്പോൾ മൃതദേഹത്തിന് പിടിച്ചപ്പോൾ കൈ നല്ല ചൂട്. അപ്പോൾ ഒരു സംശയം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ആള് മരിച്ചല്ല. ഇല്ലടാ, നീ പയ്യെ കൊണ്ടാണ് എന്തായാലും, ഇന്നലെ പോലെ കിടക്കുന്നതല്ലേ, വേറെ എന്തെങ്കിലും തോന്നില്ല. ഇല്ല, നമ്മൾ സാറ് ചൂടുണ്ട്, വേഗം വരാൻ പറഞ്ഞു. അപ്പോൾ ചൂടുണ്ട് സാറപ്പോൾ സാറന്മാരെ മുകളിൽ അവിടെ പമ്പാണ്, ഭയങ്കര ഹൈറ്റാ, നല്ല ഹൈറ്റാ. ഒരു 4-5 സാറന്മാർ തോട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ വലിച്ചു കൊണ്ടുവന്ന് മുകളിൽ കയറ്റിയപ്പോഴേക്കും ആള് ജീവനായിരുന്നു. വേഗം ഞാൻ അപ്പുറത്തോട് കയറി വണ്ടി എടുത്ത് സാർമാരുടെ അടുത്ത് ഒരാളടുത്ത് വണ്ടി എടുത്ത് വരാൻ പറഞ്ഞു. വണ്ടി അവിടെ കിടക്കണം. വണ്ടി എടുത്ത് വന്ന് അതിന് ഞാൻ കയറി വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച്. ആളെ രക്ഷപ്പെട്ടു, ജീവൻ ഒക്കെ ആയിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് രക്ഷപ്പെട്ടു. അത് ആളുടെ സമയമായിട്ടില്ല, ജീവൻ പോകാനുള്ള സമയമായിട്ടില്ല.